ഗായ്സ് അല്ലേ കളിക്കാൻ നിങ്ങൾ പിടിക്കാൻ ചെറിയ മിസ്റ്റർ പുതിയ ലീഗ് ചെയ്ത. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം സുധിയണ്ണൻ്റെ വേൾഡിലാണ് ഗായ്സ്. ഗായ്സ് നമ്മുടെ സ്വന്തം സുധിയണ്ണൻ്റെ വേൾഡ്. ഇതിൽ ഞാൻ കളിച്ചുണ്ടാക്കിയ ചില മാറ്റങ്ങൾ കാണിച്ചു തരാനാണ് ഗായ്സ്. റിസോഴ്സസും എല്ലാം ഒറ്റയ്ക്ക് ഗ്യാദർ ചെയ്ത് ഉണ്ടാക്കിയത് കാണിച്ചു തരാനാണ് ഗായ്സ് ഇന്ന് വന്നിരിക്കുന്നത്. ലൈക്ക് സബ് ചെയ്ത് പൊളി ഗായ്സ്. എൻ്റെ ലൈക്ക് ടാർഗറ്റ് 100 ഗായ്സ്. വെറും 100 പ്ലീസ് ഒന്ന് അടിക്കും. നിങ്ങൾക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ ഗായ്സ്, വെറുതെ ലൈക്കൊന്ന് കുത്തിയാൽ പോരെ ഗായ്സ്. ഗായ്സ് മാറ്റങ്ങൾ കാണിക്കാനാണ്. മാറ്റം നമ്പർ 1, ഈ ബോ മെൻഡ് ചെയ്തു. അതിൽ ഫ്ലെയിമും നേരത്തെ ഇൻഫിനിറ്റി ഉണ്ടായിരുന്നു, അതിന് മെൻഡിങ്ങേ ഇല്ല. വേറെ ബോ ഞാൻ വെച്ചിട്ടാണ് ഗൈസ് ഇത് മെൻഡ് ചെയ്ത്. അതിന് പാടുണ്ട്, ചെറിയ ലാഗ് ഉണ്ട്. ഗോൾഡ് ഫാമിൽ ഗ്രൈൻഡിങ് ആയിരുന്നു ഗൈസ്. ഇതെന്ത് ഈ ഹാഫ് ഹെൽത്ത് ഫുള്ളാവാതെന്ന് അറിയില്ല. ഇവിടെ ഗ്രൈൻഡിങ് ആയിരുന്നു, അധികമൊന്നുമില്ല. ഇത് കണ്ടു ഗൈസ്, ഞാൻ എത്ര ദിവസം ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതൊക്കെ ഇത്ര ഉള്ളു നോക്കുക. ഇത്രേ ഉള്ളൂ. പിന്നെയാണ് ഗൈസ് വലിയൊരു മാറ്റം എനിക്ക് കാണിച്ചു തരാനുള്ളത്. ഇത് സുധിയാണ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, ഇത് എൻ്റെ വകയാണ്, ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. ഇനി കാണിക്കാൻ പോകുന്നത് ഞെട്ടും ഗൈസ്. അല്ലെങ്കിൽ ഒരു കാര്യം ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഇവിടത്തെ കാണിച്ചിട്ട് നമ്മൾ ഞെട്ടും. ലൈക്ക് അടിച്ച് പൊളിക്ക് ഗൈസ്. ഇത് ഗൈസ് ഇതല്ല ഗൈസ് ഞാൻ ഞെട്ടെന്ന് പറഞ്ഞത്, ഇതൊന്നല്ല ഗൈസ്. ഇത് ഞാൻ ജസ്റ്റ് ക്യാരറ്റ് ഫാം ഉണ്ടാക്കിയതാണ്, അധികം വർക്കിംഗ് ഒന്നുമല്ല. അത് എത്ര ഉള്ളൂ. ഒടുക്കത്തിലൂട്ട് ഗൈസ് കണ്ടു ഗൈസ്, ഇത്ര ഉള്ളൂ ഗൈസ്. ഞാൻ ഒടുക്കത്തിലൂട്ടെന്ന് പറഞ്ഞു. നൈറ്റ് ഉണ്ടല്ലോ ഗൈസ്. എനിക്ക് വല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നൈറ്റ്. ഈ റെയിലിംഗ് പൊട്ടിച്ച് മാറ്റണം. ഇതവിടെ ഞാൻ വില്ലേജറിനെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണ്, പക്ഷെ ഫുള്ളി മൂഞ്ചി. അവിടെ വില്ലേജറിനെ കൊണ്ടുവന്നിട്ട് അവൻ എവിടുന്നോ പണിയെടുത്തിട്ട് ജോലി എടുത്തിട്ട് വന്നിട്ട് അവിടെ വന്നിട്ട് ഒന്നും റീസ്റ്റോക്ക് ചെയ്യണ്ട. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചുറ്റിനും കോമ്പോസിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കി ഗോൾഡൻ ക്യാരറ്റ് തരാൻ വേണ്ടിയിട്ട്. ഫുഡ് തീരുകയാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്, എനിക്ക് ഉറങ്ങാമല്ലോ. പണി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് ഞാനിത് ഗ്രൈൻഡിങ്ങിന് വേണ്ടി കയറിയപ്പോൾ ഫുള്ള് സോംബി ആയിട്ട് ഞാനൊരു രക്ഷ എന്താ പെട്ടു, ഇതിൻ്റെ അടിയിൽ പെട്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. ദൈവമേ, ഇതുകൊണ്ട് ഗൈസ് 3 വലിയവന്മാർ. അതിന് എങ്ങനെ വന്നു എന്നറിയില്ല, പക്ഷെ അവന്മാർ ബ്രീഡാവുന്നുണ്ട്. പിന്നെ ഗൈസ് പറ്റിയ പണി എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഭൂലോകബദ്ധമായി അവൻ പോയി. ഇവിടെ ഒരു വില്ലേജറിൻ്റെ കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഞാൻ ഒരു വില്ലേജറിൻ്റെ കയറ്റി വെച്ചു. അവനും ഞാൻ അവിടെ ഫുള്ള് കോമ്പോസിറ്റർ അറിയാണ്ട് ഞാൻ വെച്ചു പോയത്, ചുമ്മാ വെച്ച് പോയതാണ്. അപ്പോഴത്തേക്കും അവൻ അതിൻ്റെ പണി എടുത്തു. ഇനി ഗൈസ് ഇതാണ് ഗൈസ് നിങ്ങൾ ഞെട്ടെന്ന് പറഞ്ഞു. ഇത് കണ്ടോ ഗൈസ്, ഇത് നോക്ക് ഗൈസ്. ഇത് സുധി അണ്ണൻ ഉണ്ടാക്കിയ വെറും ഒരു മോപ്പാമാണ് ഗൈസ്. ഗ്രൈൻഡിങ് ചെയ്ത് ഗൈസ് ഇറ്റ്സ് ബിക്കം എ റോക്കറ്റ് ഫാക്ടറി. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് റോക്കറ്റ് അടഞ്ഞായിരുന്നു. ഞാനത് എൻട്ര ചെസ്റ്റിൽ റോക്കറ്റ് പെട്ടിക്ക് മാറ്റിയായിരുന്നു. ഗൈസ് വെറുതെ ഞാൻ നോക്കുമ്പോൾ നിറയെ ക്രീപ്പറിൻ്റെ സ്പോൺ നന്നായി കിട്ടി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ താഴെ ഞാൻ ഇതിൻ്റെ മുമ്പ് 1 ബ്ലോക്ക് കളിച്ചു. ആ 1 ബ്ലോക്ക് ചെയ്ത സെയിം പരിപാടി, പക്ഷെ പകുതിയും വാട്ടർ വെച്ചിട്ട്. അതിൽ ഞാൻ മൊത്തം ഹോപ്പർ വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊക്കെ എടുത്ത ഗ്രൈൻഡ്. ഇത് ഞാൻ ഷുഗർ കെയിൻ ഫാമാണ്, ഞാൻ പൊട്ടിയെന്ന് വിചാരിച്ചു. ഇത് ഗൈസ് ഞാൻ ഈ ഫാം ഉണ്ടാക്കണതിൻ്റെ മുമ്പ് ഇത് മൊത്തം പൊട്ടിപ്പോയി. എനിക്കാണെങ്കിൽ ദേഷ്യം വന്ന് ഇത് മൊത്തം പൊട്ടി ഗൈസ്, മൊത്തം പൊട്ടി. ഒരു ക്രീപ്പ് അങ്ങനെ ഇതൊക്കെ പൊട്ടിക്കേണ്ടി വന്നു ഈ ഏണിയൊക്കെ. ഗൈസ് ഏറ്റവും വലിയ മാറ്റം
ഇനി നമുക്ക് ഈ മാറ്റങ്ങൾ മാറ്റിയിട്ട് കുറച്ച് നമുക്ക് ഗ്രൈൻഡിങ്ങിൽ പോയാലോ ഗൈസ്. അപ്പോൾ നേരെ പോയി നമ്മൾ ഗോൾഡ് ഫാം ഓണാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേത് വിറ്റ് കുറച്ച് എമറാൾഡാണ് വേണ്ടത്. എമറാൾഡും റോക്കറ്റ് വേണ്ട. എലൈറ്ററൊക്കെ ഞാൻ മെൻഡിങ് കൊണ്ടുപോയിക്കുമ്പോൾ നമുക്ക് ഇട്ടു ഗൈസ്. അവിടെ ഉണ്ട് വീട്. ലാഗ് ലാഗ് ലാഗേ ലാഗേ ലാഗ് മുതു ലാഗ് ഗൈസ് ഇങ്ങോട്ട് വരുമ്പോൾ. പിന്നെ എനിക്ക് കുറേ പട്ടിക്കുട്ടികൾ കിട്ടി നോക്ക് ഗൈസ്. തിപ്പിക്കും. ഇവിടെ ഇവിടെ ബ്ലാക്കി ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആ അതെ ബ്ലാക്കി ബ്ലാക്കി. ആ അതെ ബ്ലാക്കി. കുട്ടു ഞാൻ പേരിട്ടില്ല. ഡൂഡ് ഇവനാണ്. വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അയ്യോ എൻ്റെ പേര് ഞാൻ മറന്നുവല്ലോ. അവൻ്റെ പേരെന്തായിരുന്നു? ഇത് നല്ലതാ നല്ലതാ. പറഞ്ഞാലും അവൻ റീസ്റ്റോക്ക് ചെയ്യില്ലോ. പിന്നെ എവിടുത്തെ ജോലി എടുത്തു. അപ്പോൾ അവൻ എന്തായാലും റീസ്റ്റോക്ക് ചെയ്യും. എന്താണ് പിന്നെ ആരായിരുന്നു? ഇവൻ തന്നെയാന്ന് തോന്നുന്നു. ഇവനല്ലേ? അപ്പോൾ അവൻ ചത്ത. ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ ബ്ലാക്ക്. ഇല്ല ഗൈസ് ഇത്ര പേരേ ഉള്ളൂ. സോറി തെറ്റ്. പിന്നെ ഗൈസ് ഇത് ലോഞ്ചർ. ഇത് സുജിയുടെ ലെറ്റ്സ് പ്ലേയിൽ ഉണ്ടാക്കിയത് സെയിം സാധനം. പിന്നെ ഗൈസ് ഒരെണ്ണം കൂടി ഉണ്ട്. ഞാൻ എന്താ ലോഞ്ച് ചെയ്ത് കാണിക്കില്ല. കാരണം ഇതിൻ്റെ അടിയിൽ ഞാൻ ഒരു ലോഞ്ചർ വെച്ചു. എന്താ ഇത്ര ഹെൽത്താണെന്നറിയോ പോയത്. പകുതി വരെ എത്തും. എലൈറ്റർ അപ്പോഴത്തേക്കും ഇതാവും. എലൈറ്റർ അപ്പോഴത്തേക്കും പിന്നെ നിന്ന് പോവും. ട്രൈ ചെയ്തുണ്ട്. ടോർച്ചെല്ലാം ഞാൻ പൊട്ടിച്ചത്. തിരിച്ച് പിന്നെയും വെച്ചു. ഈ ഏണിക്കൂടെ നടന്ന് ദൈവമേ കാത്തോണേ. ഒരു സ്റ്റാക്ക് റോക്കറ്റൊക്കെ ചെയ്യുന്നത്. യെസ് ഗൈസ് എത്തി. ഇത് എപ്പോഴും എത്തുമൊന്നുമില്ല ഗൈസ്. അയ്യോ ഞാൻ ഇതിൻ്റെ എത്ര സ്റ്റാക്ക് റോക്കറ്റ് തീർത്തുമെന്ന് അറിയോ ഗൈസ്. പിന്നെ റോക്കറ്റ് ഫാക്ടറി ഉള്ളതുകൊണ്ട് റോക്കറ്റ് ഉള്ളതിൻ്റെ അഹങ്കാരം തന്നെ വേണമെങ്കിൽ പറയാം. എന്താ ഗൈസ് ഫുഡ് ഇത് മാത്രം തീരുന്നു. ഹെൽത്ത് മാത്രം റീജൻ ആവുന്നുണ്ട്. വല്ല ബഗ്ഗും ആയിരിക്കും. ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ഈ ബഗ്. ഇവനെങ്ങനെ എൻ്റെ ഉള്ളിൽ കയറി? ഞാൻ പുറത്ത് വെക്കിട്ടാണ് തോന്നുന്നത്. ഇത് തുറന്ന അവന്മാരെല്ലാവരും കൂടെ ചാടിപ്പോവും. ഇത് കണ്ടോ? വന്ന് മൂഞ്ചി. സോറി ഗൈസ്. പറയാം. ഈ പറക്കും തളികം ഈ മനുഷ്യനെ കറക്കും തളികം ഏതാണ് ഞാൻ ചെറിയ റൈഡ് പോലെ ഉണ്ടാക്കിയതാണ്. വെള്ളത്തിൻ്റെ ഉള്ളിൽ കടച്ചു. എൻ്റെ ടൂള് പെട്ടി ഞാൻ കാണിച്ചു തരാം. അത്ര എല്ലാ ഇടിച്ച് കുറേയൊക്കെ പണിത് കുളമാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ എൻ്റെ ചെസ്റ്റ് ഉണ്ട്. എൻ്റെ ഇൻവെൻട്രിയിലുണ്ട് ഗൈസ് ഒരു എൻ്റെ ചെസ്റ്റ്. ഇതാ ടൂള് പെട്ടി. ഞാൻ ഇപ്രാവശ്യം ദീപമേ ഗൈസ് അവിടെ എന്താ ഭ്രാന്ത് ഗൈസ്. എന്തായാലും ഇത് ഇവിടെ ചത്തു. അപ്പം ഞാൻ ഗൈസ് ഇവിടുന്ന് പോയി കാണിച്ചു തരാം. അയ്യോ കയറിയിരിക്കുക. ഞാൻ ഇവിടുന്ന് പോയി കാണിച്ചു. അയ്യോ ഞാൻ ചിലപ്പോൾ ബ്രീഡറിൻ്റെ ഉള്ളിൽ കയറി പോകും. കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് ഇറങ്ങിയത് ഈടാ നിൻ്റെ ഞാൻ കയറാൻ പറഞ്ഞത്. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ അറിയാണ്ട് അങ്ങനെ തൊട്ട് പോയാൽ അപ്പോഴത്തേക്ക് വലിയ പ്രശ്നമാണ്. ലാമ ഒന്ന് അടിച്ച് കൊക്ക് ഇഷ്ടമല്ലാത്ത ഓരോ കാര്യം ഞാൻ പറയാം. ലാമയുടെ അടുത്ത് മാറിയിരിക്കാൻ. അയ്യോ ഫ്രണ്ടിക്ക് പോകണമെന്ന് പറഞ്ഞാൽ എത്രാമത്തെ തൊട്ടാ പോന്ന്.
ഇനി റോക്കറ്റ് ആയിരിക്കും റൈഡ്. ഓ കൊള്ളത്തിപ്പം ഇനി ഫുള്ള് റൈഡ് ആയിരിക്കും. റൈഡ് ഗൈസ് പോയി. ക്യാരം റീഡറിൻ്റെ ഉള്ളിൽ പോയി കിടക്കാൻ സാധ്യതയുണ്ട്. സൂപ്പർ ഗൈസ് സൂപ്പർ. ഇതൊന്നും അത്ര രസമൊന്നും ഞാൻ ചുമ്മാ ഓരോന്ന് പറയണതാണ്. ഇതെനിക്ക് പൊട്ടിച്ച് മാറ്റണം. നോക്കി ഗൈസ് ഒരു മിനിറ്റ്. ഈ ബീക്കൺ എനിക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ ബീക്കണൊന്ന് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. മീൻസ് കുറച്ചും കൂടെ സ്ഥലത്ത് പവർ കിട്ടാൻ പാകത്തിനാക്കണം. അതിന് വേണ്ടി നമുക്ക് ഇനി ഗ്രൈൻഡിങ് ആണ്. ഞാൻ ഗ്രൈൻഡിങ് ചെയ്യാൻ ഇത് കണ്ടു ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലും ഞാൻ ഒരു സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗെയിമിത്തെ പേരും പറയുക. പിന്നെ ഞാൻ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഒപ്പം കളിക്കണമെന്നുണ്ടെങ്കിൽ എങ്കിൽ എൻ്റെ സെർവറിൽ കയറണമെന്നുണ്ടെങ്കിൽ അധികം പേരൊന്നുമില്ല ഉള്ളത്. കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാം ഗൈസ്. എന്നെ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഇത് മൊത്തം എടുത്ത് വിൽക്കുക. പിന്നെ അവിടെയും ഉണ്ട്, ആ ഫാമിലും ഉണ്ട്. പിന്നെ ഇത് റോട്ടൺ ഫ്ലഷ് ആകെ എൻ്റെ പട്ടിക്കുട്ടികൾക്ക് കൊടുക്കാൻ മാത്രമേ ഈ സാധനം ആവശ്യമുള്ളൂ. ഇത്രയും റോട്ടൺ ഫ്ലഷ് ഉണ്ട്. വിൽക്കുമ്പോഴേക്കും അധികമൊന്നും കിട്ടില്ല. 32 അല്ല ഗൈസ് 64. അപ്പോൾ ഒരു സ്റ്റാക്കിൽ നിന്ന് കിട്ടില്ല ഗൈസ്. ഒരു സ്റ്റാക്കിൽ നിന്ന് 2 ഡയമണ്ട്. ബെസ്റ്റ്. അപ്പോൾ കിട്ടിയത് തന്നെ ഒടുക്കത്ത് ഇതാട്ടോ. ഉണ്ടല്ലോ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഈ ഡയമണ്ട് ഹെൽമെറ്റ് എനിക്ക് വേണ്ട. പക്ഷേ ഉള്ളിൽ നെതറേറ്റ് ആയിരുന്നു. അതിൻ്റെ എൻജോയ്മെൻറ്റ് ജസ്റ്റ് ഫയർ പ്രൊട്ടക്ഷൻ ട്രീ ഇതൊക്കെ ഉള്ളല്ലോ. ഓക്കെ ഇവനെന്താ ഇവനും അതാണ്. ഇത് എത്രയാ? ഇത് പ്രൊട്ടക്ഷൻ പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷൻ. നൈറ്റായി അത് പറയണ്ടേ. നിങ്ങൾക്കൊന്നും ഉത്തരവാദിത്തമില്ലേ? നൈറ്റ് അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പറയണ്ടേ. ബെസ്റ്റ് അതാരാ? നിൻ്റെ എനിക്ക് സോഡ് ഉണ്ട്. പക്ഷെ എനിക്ക് ഡയമണ്ട് സോഡ് വേണം. കാരണം എനിക്ക് മറ്റേതിൽ ഇതിൽ വെക്കാനാണ്. അറിയാണ്ട് അടിച്ചാണ്. എനിക്ക് മറ്റേതിൽ വെക്കാനാണ് വയസ്സ്. എന്തായോ അതിന് പറയാ. ഞാൻ പെട്ടെന്ന് 2 വയസ്സ് എന്താ പറയുക അറിയണ്ടേ. നോട്ടെ പേര് മറന്നല്ലോ വയസ്സ്. അതെ സ്റ്റൂൾ വെട്ടിക്കാത്തപ്പോൾ കിട്ടി. എല്ലാത്തിൻ്റെ ഒരു ഡയമണ്ട് പിക്ചേഴ്സും ശബലം വാങ്ങി വെക്കണം. ബ്രേക്കിങ് ചെറിയ കുഴപ്പമില്ല. ഇതെല്ലാം ചെറിയത്. ഞാൻ എൻ്റെ പോയി വീട്ടിലിത്തിരി പൈസ ഇരിക്കുന്നത് അവന്മാരുടെ അടുത്ത് ഇനി വിൽക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ എന്നാൽ ഏതെങ്കിലും കാലത്ത് റീസ്റ്റോക്കിയല്ലോ. 57 എണ്ണത്തിനും ഒരു സ്റ്റാക്കിൽ നിന്ന് 1 ഡയമണ്ട്. ഇത് ഞാൻ എപ്പോൾ തീർക്കാനാണ്? ഞാൻ ബാക്കി മൊത്തം അവിടുന്ന് എടുത്തുകൊണ്ട് വന്നാൽ എനിക്ക് ഇത്തിരിയെങ്കിലും കിട്ടും ഗൈസ്. ഇതെന്ത് ശോകം. ഇപ്പോൾ ഡാമേജ് അടിക്കും ഗൈസ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ
ഇനി റോക്കറ്റ് ഫാക്ടറി ഇങ്ങോട്ട് മരി ലാഗ്. ദൈവമേ അവന്മാർ മിക്കവാറും ചാടിപ്പോകും ഗൈസ്. ഞാൻ എത്തി ഗൈസ്. ഇനി ഇവിടുന്ന് സാധനങ്ങളൊക്കെ ഉണ്ട്. ബൊട്ടാണിക് ഫ്ലഷ് എത്ര ഇവിടെ എത്ര ഉള്ളൂ. വൈ ഇതൊന്നും അങ്ങനെ വരേണ്ട കാര്യം. സ്റ്റിക്ക് ഡീസ്പോൺ ആയിട്ടില്ല. ഇതൊക്കെ ഞാൻ എടുത്തിട്ടേ ഇതെങ്ങനെയാണെന്നറിയില്ല. എനിക്കിതിക്ക് തോട്ടം കിട്ടുന്നുണ്ട്. എങ്ങനെയാണെന്ന് ഒരു പിടുത്തമില്ല ഗൈസ്. മര്യാദയ്ക്ക് ഈ ഫാം സുതി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചുറ്റിനും ഒരു ഇത് കെട്ടി വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൽ നിന്ന് എനിക്ക് തോട്ടം കിട്ടുന്നു. അത് ഇത് കഴിഞ്ഞിട്ട് ഇത് വെക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ മുമ്പ് ആ ചെസ്റ്റിലിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ ആവശ്യമില്ലാത്ത പെട്ടെന്ന് എടുത്ത് കളയുക. ഇതിലൊഴിക്കുമ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത് എവിടെ നിന്ന് കിട്ടണമെന്ന് ഒരു പിടുത്തമില്ല. ഇത് എപ്പോഴും കിട്ടും, പക്ഷെ ഞാൻ കൊന്നതായിട്ട് ഓർക്കണല്ലോ ഗൈസ്. തോട്ടം തരണവനെ ഇത് എവിടെ നിന്ന് കിട്ടുന്നോ ആവോ. ഇങ്ങനെ സ്പോണാവോ ഗൈസ്? അറിയാവുന്നവരും കമൻറ്റ് ചെയ്യുക. വെറുതെ റോക്കറ്റ് ഫാക്ടറിയിൽ നിന്നിട്ട് തന്നെ റോക്കറ്റ് ഇറങ്ങാൻ തല്ലിക്കൊണ്ടുപോകും. അത് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്കറിയില്ല. കുറേ നേരമല്ല അങ്ങോട്ട് മാറിക്കൊണ്ടേ മര്യാദയ്ക്ക് വേണ്ടി. ഞാൻ ഇതിൽ എടുത്തിട്ട് എത്ര എമറാൾഡ് ഇട്ടു അത് വെച്ച് നമുക്ക് ടൂള് കിട്ടി നിറയ്ക്കണം ഗൈസ്. വീഡിയോ ലോങ് സാധ്യതയുണ്ട്. നമ്മൾ ഈ വീഡിയോ മുമ്പ് ശ്രുതിയുടെ ഇത് ഞാൻ തുടങ്ങുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ നിന്നെല്ലാം പോവാണ് ഗൈസ്. വീഡിയോ ഒക്കെ അറിയാത്തത് മുത്തുലാഗ് ഗൈസ്. മുത്തുലാഗ് എന്ന് വെച്ചാൽ പറയണം. നീ ഇങ്ങനെ പുറത്ത് വന്നു, നീ ഇങ്ങനെ ഇവിടെ വന്നു, അവിടെ ഇവിടെ നടന്നു വരുമോ? ഫുഡ് മാത്രം തീരുന്നുണ്ട്, ഹെൽത്ത് മാത്രം റീസൺ ആവുന്നില്ല. നിങ്ങളെന്ത് തരും? റീസ്റ്റോക്ക് ചെയ്താൽ ഇവന്മാർക്ക് 2 പേർക്കും വർക്ക് സ്റ്റേഷൻ ഇല്ലാന്ന് തോന്നുന്നു. വെറുതെ അല്ലെങ്കിൽ തരാം. സത്യം അവർക്ക് 2 പേർക്കും വർക്ക്. ഈയിടെ നീ ഒരാളില്ലല്ലോ, 3 എണ്ണം ഉണ്ടല്ലോ. ഇവന്മാർക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായി. ഇവന്മാർക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നില്ല വയസ്സ്. അപ്പം എങ്ങനെ എൻ്റെ മേലെ കയറ്റും? റീസ്റ്റോക്ക് ചെയ്തെന്ന് തോന്നില്ലേ? നമുക്ക് എനിക്കാണെങ്കിൽ ഇവിടെ ഒരു വർക്ക് സ്റ്റേഷൻ അതില്ല. അപ്പോൾ കേസ് നമുക്ക് ഈ വർക്ക് സ്റ്റേഷൻ ഈ ഇതെന്തിനാ എൻ്റെ കൈക്ക് വന്നാൽ ഈ ഫോർച്യൂണത്തിൽ പിക്കാച്ച് ഉണ്ടല്ലോ. ചില സമയത്ത് പിടിക്കാത്ത സാധനമാണ് ഈ സിൽക്ക് ടച്ച്. എൻ്റെ വർക്ക് സ്റ്റേഷൻ ഞാൻ പുറത്ത് കൊണ്ടുപോകുന്നവർക്ക് വെച്ചു. എടുക്കുമോ? ജോലി എടുക്കുമോ? പോയി. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ഇത്ര ഒരു വട്ടം വിറ്റുന്നുണ്ട് 57. ഗതികേടെ ഈ 1-2 കയ്യിലുള്ളത് മൊത്തം കൊടുത്ത 2-3 ഇനി ഈ റോട്ടം ഫ്ലഷ് മാത്രം എടുത്ത് ഞാൻ എന്ത് ചെയ്യാനാണ്? ആരെയും കൊണ്ടുവയ്ക്കാം. അയ്യോ, ഉള്ള ഫുള്ള് റോട്ടം ഫ്ലഷ് എടുത്തോണ്ട് വന്നിട്ട് ഇതാക്കി കൊണ്ടുപോകാൻ മോണാക്കിയിട്ട് കുറേ ആയി ഗൈസ്. ഫാമിൽ നിന്നാണ് എനിക്ക് ഒട്ടും അധികം ലൂട്ടിലൊന്നും കിട്ടില്ല. ഇനി ഇത് കൊടുത്തിട്ട് നമുക്ക് ടൂളായിട്ട് നിറയ്ക്കാൻ ഒരു പിക്കാച്ച് നിൻ്റെ കയ്യിലാണ് പിക്കാച്ച് 100 പിക്കാച്ച് 18 1 പിക്കാച്ച്. ഡയമണ്ട് പിക്കാച്ച് ഇപ്പോഴാണ് കൈ കൊണ്ട് തുറന്നത്. 1 ഷവല് മതി കഴിഞ്ഞു. ഇനി ആരും തരും? തരൂ ഡയമണ്ട് വെച്ചിട്ടുള്ളത് 21. ഒരു സോഡ് തയ്യാറ് ഫുള്ള് ഡയമണ്ട്. ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ സുതി എണ്ണൻ മറ്റേത് ചെയ്ത് നോക്ക് ബാക്ക് അല്ലേ ഗൈസ്.
ഗൈസ് നമ്മൾ എത്ര കാലം ഒരു ഡയമണ്ട് സോഡൊക്കെ വെച്ച് ചെയ്തിട്ട് ഫുൾ ടൈം നെതറൈറ്റ് സോഡ് ഗൈസ്. നെതറൈറ്റ് സോഡിനേക്കാളും ഭംഗി ഡയമണ്ട് സോഡാണ്, പ്രത്യേകിച്ച് എൻചാൻറ്റും കൂടെ ചെയ്യുമ്പോൾ. പക്ഷെ പവർ അതിൻ്റെ സാധനം ഭംഗി നമ്മുടെ സ്വന്തം ഡയമണ്ട്. അവന്മാർ തേരാപ്പാറ നടക്കുന്നത്. അവിടെ തന്നെ ഇത് ചെയ്താൽ പോലെ. തേരാപ്പാറ നടക്കുന്നത്. പിന്നെ ഇവിടെ ആർക്കെങ്കിലും ഒന്നും ഉണ്ടാവില്ല. എമറാൾഡ് നെഹി കർണ ചഹി. കയ്യിലുള്ള വാല്യുബിൾ വല്ലതും കാണും തോന്നുന്നു. ഇതാണ് വാല്യുബിൾ അല്ല. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. വൂളിൻ്റെ പറ്റിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ എമറാൾഡ് ബ്ലോക്ക് ഇതൊക്കെ ഞാൻ എപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചാൽ ഗൈസ് അവിടെ അവന്മാർക്ക് കുറേ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഈ പംകിൻ ഇതൊക്കെ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയതാണ് ഗൈസ്. ഞാൻ കാണിച്ചു അവിടെ ഇരുന്ന് ഞാൻ ഫാർമറിനെ വെച്ചില്ലേ, അപ്പം ഞാൻ ഉണ്ടാക്കി കിട്ടിയതാണ്. അതിന് വിറ്റുകൊണ്ടിരിക്കുന്നു. ഇത്രയും എമറാൾഡ് ഉണ്ടായിട്ടാണ് ഞാൻ ഈ കടന്ന് വിറ്റുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിറയെ എമറാൾഡ് കിട്ടി. അതിന് ഞാൻ ബ്ലോക്കാക്കി വെച്ചു. ഞാനത് ഇനി ഫുൾ ടൂളാണ്. ഒരാക്സ് ചെയ്യാൻ മിക്ക ഫുൾ ടൂളാവും. ഒരാക്സ് മതി എനിക്ക്. പിക്കാക്സൊന്നും വേണ്ട. നീയല്ല ഇവൻ. ആക്സ് നിൻ്റെ അല്ല ആക്സും. ഇവൻ്റെ നോട്ട്ബുക്കാണ് ആക്സ്. നമ്മളൊരു ആക്സും കൂടെ വന്നു. ഇന്നത്തെ പരിപാടി ഷാർപ്പ്നെസ് അൺബ്രേക്കിംഗ് ടൂളുണ്ട് ഗൈസ്. നമുക്കിനി ടൂള് പെട്ടി എടുത്ത് പുറത്ത് വയ്ക്കാം. ടൂള് പെട്ടി അവിടെ എവിടെ വെച്ചു? വീട്ടിൻ്റെ ഉള്ളിലുണ്ട് ഗായ്സ്. വീട്ടിൻ്റെ ഉള്ളിൽ കേറ്റടാ. ഇപ്പം രണ്ടും തുറന്നു. ഭ്രാന്ത്. അപ്പം ശരി, ഭ്രാന്തെന്ന് പറഞ്ഞപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഗൈസ് ഫുള്ള് ഡയമണ്ട് ആയിട്ടുണ്ട്. ചുമ്മാ പറയണതാണ് ഗൈസ്. എന്ത് ചെയ്യാനാ, നമ്മൾ ഫുള്ള് നെതറൈറ്റ് ആയി. ബട്ട് ടൂൾസ് ഇതിനൊക്കെ എന്താണ് ഉള്ള കാര്യം? ഇല്ലാലേ. ഇപ്പം എനിക്ക് അടിയിട്ടു. ആരാട്ട് പോയി തരണ്ട. ഞാൻ വാതിലടയ്ക്കാം. എന്തായാലും ഉറങ്ങാം. മെൻറ്റിങ് ഇടാലേ ഇതിലെല്ലാത്തിലും. ശരിയാണ്. തൊടുമ്പോഴേക്കും തീർന്നു എൻ്റെ ലൈഫ്. ഇത് മെൻറ്റിങ് ഉണ്ട് ആ ട്രൈഡനിൽ ഗൈസ്. പക്ഷെ എന്നെ ശരിയാക്കും. ഈ എൻഡോസിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കാം ഗൈസ്. നമുക്ക് ഓർമ്മയുള്ള ആവാനായി ഗൈസ്. ഇതിൽ ഗൈസ് ഇപ്പോൾ തന്നെ ഏകദേശം 1/2 GB ആയി. 1/2 GB അല്ല, 1/2 മണിക്കൂറോളമായി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത പാട്ട് നമ്മൾ ഇടുന്നതായിരിക്കും.